𝑘𝐀𝐈𝐒𝐂𝐋𝐀 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കോവിഡ് അതിനോടൊപ്പം സഞ്ചരിക്കാൻ നമ്മൾ ശീലമാക്കിയിരിക്കുകയാണ്. അതിനോടൊപ്പം കോവിഡ് പ്രതിരോധ മാർഗ്ഗങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അതിൽ പ്രധാനമാണ് സാനിറ്റൈസർ ഉപയോഗിക്കാൻ നമ്മൾ പല നൂതന മാർഗ്ഗങ്ങളും സെൻസർ ടാപ്പ് സഹിതം അടക്കമുള്ള പല നൂതന മാർഗ്ഗങ്ങൾ ഇതിനോടകം വിപണിയിൽ എത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥിയായ രാഹുൽ സാനിറ്റൈസർ ഉണ്ടാക്കുന്ന നമ്മൾ ഉപയോഗിക്കാനുള്ള ഉപകരണം ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ചിരട്ട കൊണ്ട് പല കരകൗശല വസ്തുക്കളും ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു വസ്തു ഉണ്ടാക്കി കാണുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു നിർമ്മിതി കാണാം, രാഹുലിനെ പരിചയപ്പെടാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതാണ് നമ്മുടെ രാഹുൽ നമുക്ക് വേണ്ടി സാനിറ്റൈസർ ഡിസ്പെൻസർ നമ്മുടെ ചിരട്ടയിൽ ഉണ്ടാക്കി തരാൻ ശ്രമിക്കുകയാണ്. എന്തായാലും നമുക്ക് രാഹുലിനെ ഒന്ന് പരിചയപ്പെടാം. രാഹുൽ എത്രയല്ല പഠിക്കുന്നത്? ഞാൻ പ്ലസ് ടു. ഇനിയിപ്പോൾ നഴ്സിങ്ങിന് ട്രൈ ചെയ്യുവാണ് രാഹുൽ. എന്തായാലും ഇതിനിപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്? ഒരു മുഴുവനായിട്ടൊരു തേങ്ങ വേണം. മുഴുവനായിട്ടുള്ള ഒരു തേങ്ങ എന്തായാലും നമ്മുടെ കൈവശമുണ്ട്. അടുത്ത് രണ്ട് ചിരട്ട. അതായത് രാഹുൽ പറഞ്ഞനുസരിച്ചാണെങ്കിൽ നമുക്ക് ഇത് കൂടാതെ മുഴുവനായ ഒരു തേങ്ങ കൂടാതെ തന്നെ നമുക്കൊരു 2 തേങ്ങാ മുറി, അത് ഒരെണ്ണം ഇച്ചിരി വലിപ്പമുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ കടന്നിരിക്കണം. അതാണ് രാഹുൽ ഉദ്ദേശിക്കുന്നത്, അല്ലേ രാഹുലെ? പിന്നെ ഇതിൽ ചെറിയ ഒരു മുറിയാണ്, അത് ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് വരികയാണ്. എന്തായാലും പിന്നെ നമുക്കിത് ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ഇത് വേണ്ടത്? പിന്നെ ഒരു സൂപ്പർ ഗ്ലൂ വേണം. സൂപ്പർ ഗ്ലൂ ഉണ്ട്, അത് ഒട്ടിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ പഴയ ഒരു ഹാൻഡ് വാഷ്. ഇതാണ് ഇതിൻ്റെ ഈ മേൽഭാഗമാണ് രാഹുൽ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടാവും. അതിൻ്റെ മോൾ ഭാഗം ഇത് ഊരിയെടുത്ത് ഇതിൽ ഫിറ്റ് ചെയ്യുകയാണ്. എന്തായാലും അത് നമുക്ക് പുറകെ കാണാം. പിന്നെ ഉള്ളത് പണിയായുധങ്ങളൊക്കെയാണ് രാഹുലിൻ്റെ. ആക്സോ ഫ്രെയിം ഉണ്ട്, ആക്സോ ബ്ലേഡും ആക്സോ ഫ്രെയിമും. പിന്നെ ഗ്രൈൻഡറുണ്ട്. ഗ്രൈൻഡർ ഇത് ചെയ്യാനാണ്, ഇത് സ്മൂത്ത് ആക്കി എടുക്കാൻ വേണ്ടിയാണ് ഗ്രൈൻഡർ ഉപയോഗിക്കുന്നത്. എന്തായാലും നമുക്ക് രാഹുലിൻ്റെ നിർമ്മിതിയിലേക്ക് കടക്കാം. ഇതുപോലെ കണ്ണുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമ്മളിത് കട്ട് ചെയ്തെടുത്തു അല്ലേ? അതെ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഇതിനകത്ത് തേങ്ങ കുത്തിയെടുക്കണം. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഉള്ള തേങ്ങ നമ്മൾ വൃത്തിയാക്കി എടുക്കുകയാണ്. ചിരട്ട നമ്മൾ മാത്രമായിട്ട് എടുക്കുകയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ രാവിലെ ചിരട്ട, അതായത് അതിൻ്റെ അകത്തെ തേങ്ങ എല്ലാം പൂർണ്ണമായിട്ടും വെളിയിലെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇനി ഇതിൻ്റെ മേലത്ത് നാരെല്ലാം കളയണം. നാര് കളയണം. എങ്ങനെയാണ് കളയുന്നത്? ഗ്രൈൻഡർ ഉപയോഗിച്ച് ഇനിയിപ്പോൾ ഇത് നല്ല പോളിഷ് ചെയ്ത് നല്ല നമ്മുടെ ഈ ഒരു പരുവത്തിലാക്കണം. അതിനുവേണ്ടിയുള്ള പണികളിലേക്ക് കിടക്കുവാണ് രാഹുൽ. വൃത്തിയാക്കിയെടുത്ത ആ പ്രധാന ചിരട്ട നമ്മൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് 2 പീസും കൂടിയുണ്ട്. ഇതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. അപ്പം രാഹുൽ 3 നമ്മുടെ ചിരട്ടകളും ഗ്രൈൻഡ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് തന്നെ രാഹുൽ എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഈ ഒരു പീസ് ഇനി നമ്മൾ തുളയ്ക്കാൻ പോവുകയാണ്. അതായത് നമ്മളിവിടെ നേരത്തെ തന്നെ വെച്ചിരിക്കുന്ന ഈ ഒഴിഞ്ഞ സാനിറ്റൈസറിൻ്റെ ഈ ബോട്ടിലുണ്ട്. ആ ബോട്ടിലിൻ്റെ മേൽഭാഗം നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇതിൽ ഫിറ്റ് ചെയ്യാനാണ്. അപ്പം ആ രീതിയിലുള്ള അതേ സൈസിലുള്ള ഒരു ഹോള് നമുക്ക് ഇതിൽ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് രാവിലെ ഇത് ഉണ്ടാക്കുന്നത്? ഇതിൻ്റെ ഇതേ വലിപ്പത്തിൽ തുളയിട്ടിട്ട് ഇത് കയറ്റി ഇറക്കിടും. ഇതേ വലിപ്പത്തിൽ തന്നെ ഇടണം, അല്ലെങ്കിൽ ലൂസായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കൃത്യമായിട്ട് അതേ സൈസിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു അളവാണ് കൃത്യമായി വേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഈ ഒരു ഭാഗം മുറിച്ചെടുക്കാം. ഈ മുറിച്ചെടുത്തിട്ട് വേണം, കൃത്യമായ അളവ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഭാഗം മുറിച്ചെടുക്കാൻ പോകുന്നത്. ഇത് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കൃത്യമായി നമ്മൾ മാർക്ക് ചെയ്യും, അല്ലേ രാവിലെ? അതെ.
ഇതിൻ്റെ നമ്മൾ നേരത്തെ ബോട്ടിൽ നിന്ന് മുറിച്ചെടുത്ത അതിൻ്റെ തലഭാഗം നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു സൈസ് കൃത്യ അളവിലെടുത്തത് കൊണ്ട് ഇത് എന്തായാലും നല്ല ഉറപ്പോടു കൂടിയാണ് ഇരിക്കുന്നത്. ഇതിന് പിന്നെ നമ്മൾ പശ എന്തെങ്കിലും പശ വെച്ച് ഒട്ടിക്കണം. പശ വെച്ച് ഇത് ഒട്ടിക്കുകയും കൂടി ചെയ്യുമ്പോൾ ഇത് കൂടുതൽ ഉറപ്പാവും. ഇനി ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഒട്ടിച്ചെടുത്ത ഈ ഭാഗം കണ്ടല്ലോ. അതിന് ശേഷം നമ്മൾ എടുക്കുന്നത് ഇവിടെ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഗ്രൈൻഡർ വെച്ച് മിനുക്കിയെടുത്തിരിക്കുന്ന ഈ വലിയ പീസിലേക്ക് കടത്തി വെക്കുകയാണ്. ഈ ഒരു ഷേപ്പിൽ നമ്മൾ കടത്തി വെക്കണം. അതിന് ശേഷം പശ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് നമ്മൾ. ഈ ഒരു പീസ് നമുക്ക് കുറച്ചും കൂടി സൈസ് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഈ ഭാഗം മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ എല്ലാ ഭാഗവും ഇപ്പോൾ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. നമ്മൾ പശ ഒട്ടിച്ച് അതിൻ്റെ 3 പീസുകളും അതായത് നമ്മുടെ അതേ ഷേപ്പിൽ തന്നെ സാധനം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കൂടുതൽ വൃത്തിയാവണമെങ്കിൽ നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് പോളിഷ് ചെയ്തെടുക്കുകയാണ്. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് വേറെ പൈസ മുടക്കമുള്ള സാധനങ്ങളൊന്നും ആയിരുന്നില്ല. ആകെ നമുക്കൊരു പോളിഷിന് വേണ്ടി മാത്രമേ ഉള്ളൂ ഒരു ചിലവായിട്ട് വരുന്നുള്ളൂ. വീട്ടിലൊക്കെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമയത്ത് നമുക്ക് സാനിറ്റൈസർ ഉപയോഗിക്കാനോ സോപ്പ് ഓയിൽ ഉപയോഗിക്കാനൊക്കെ ഇത് ഉപകാരപ്രദമാവും. അപ്പോൾ വളരെ നല്ല രീതിയിലൊരു സാനിറ്റൈസർ ഡിസ്പെൻസർ നമുക്ക് രാഹുൽ ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. എന്തായാലും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ ആർക്കും ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡാണ് രാഹുൽ ഇതിൽ വിനിയോഗിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ചിരട്ടയും ബാക്കി സാധനങ്ങളും എല്ലാം നമ്മുടെ വീടുകളിൽ കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് പോളിഷ് മാത്രമേ ഉള്ളൂ നമുക്കൊരു കാശിന് വാങ്ങേണ്ടതായിട്ട് വരുന്നുള്ളൂ. എന്തായാലും രാഹുലേ വളരെയേറെ നന്ദി. ഇങ്ങനെ നല്ലൊരു ഭാവി രാഹുലിനുണ്ട്. ഇത് മാത്രമല്ല രാഹുൽ കരകൗശല വസ്തുക്കൾ പലതും ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് പുറമെ ഇനിയും നമുക്ക് പല വീഡിയോകളിലൂടെ നമുക്കത് പരിചയപ്പെടാൻ സാധിക്കും. എന്തായാലും പ്രിയപ്പെട്ടവരെ, മറ്റൊരു വ്യത്യസ്ത വീഡിയോയുമായിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കടന്നു വരും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, അത് മാത്രമല്ല വീഡിയോ എല്ലാം മുഴുവനായി കാണാൻ എല്ലാവരും ശ്രമിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ, മികച്ച വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ട് കടന്നു വരുന്നിടം വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം.